നിങ്ങൾ അവസാനമായി എപ്പോഴാണ് പരാജയപ്പെട്ടത്? പരീക്ഷയിൽ, ബിസിനസ്സിൽ, അതോ റിലേഷൻഷിപ്പിൽ? എന്നാൽ ഇന്ന് ഞാനൊരു സത്യം പറയട്ടെ, ഈ ലോകത്ത് പരാജയം എന്നു പേരുള്ള ഒരു സാധനമേ ഇല്ല. അതൊരു കള്ളമാണ്. വന്ന് നിങ്ങൾ അതൊരു ശീലമാക്കി മാറ്റിയതാണ്. ഒരു കുട്ടി നടക്കാൻ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. 100 വട്ടം ആ കുട്ടി വീഴും. ആ വീഴ്ചയെ നമ്മൾ തോൽവി എന്ന് വിളിക്കുമോ? ഇല്ല. ഓരോ വീഴ്ചയും ആ കുട്ടിക്ക് നൽകുന്നത് ഒരു ഫീഡ്ബാക്ക് ആണ്. അടുത്ത തവണ എങ്ങനെ കാൽ വെക്കണമെന്ന പാഠം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു കാര്യം ചെയ്യാൻ നോക്കിയിട്ട് അത് നടന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ തോറ്റുപോയി എന്നല്ല, പകരം ആ വഴി ശരിയല്ല, വഴി മാറൂ എന്ന് നിങ്ങളുടെ മനസ്സ് തരുന്ന സിഗ്നലാണത്. ഇനി മുതൽ ഒരു കാര്യം വിചാരിച്ച പോലെ നടന്നില്ലെങ്കിൽ തലയിൽ കൈവച്ച് ഞാൻ തോറ്റുപോയി എന്ന് പറയരുത്. അതിന് പകരം നെഞ്ചിൽ കൈവച്ച് ഉറക്കെ പറയൂ, ഇതെന്റെ തോൽവിയല്ല, ഞാൻ പുതിയൊരു പാഠം പഠിച്ചു എന്ന്. തോൽവി എന്നത് ഒരു അവസാനമല്ല, അതൊരു തുടക്കം മാത്രമാണ്. ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ നിങ്ങളുടെ മനസ്സ് തരുന്ന റൂട്ട് മാപ്പാണത്. ആ കോഡ് മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥ വിജയി. നിങ്ങളുടെ മുൻകാല പരാജയങ്ങളെല്ലാം നിങ്ങളുടെ വിജയത്തിലേക്കുള്ള പാഠങ്ങളാക്കി മാറ്റാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഈ 365 ദിവസത്തെ യാത്രയിൽ കൂടെ ഉണ്ടാവാൻ ഇപ്പോൾ തന്നെ ഈ പേജ് ഫോളോ ചെയ്യൂ. മാറ്റത്തിന് തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ആ പഴയ തോൽവി ചിന്തകളെ തകർക്കാൻ കമന്റിൽ ഇപ്പോൾ തന്നെ ലേണിംഗ് ആൻഡ് ഗ്രോയിങ് എന്ന് ടൈപ്പ് ചെയ്യൂ. നാളെ 12-ാം ദിവസത്തെ മറ്റൊരു അത്ഭുത രഹസ്യവുമായി ഞാൻ വരാം. നന്ദി.